ഒരാഴ്ച തികഞ്ഞില്ല ഗബ്രിയോട് നീ പോയി മോങ്ങടാ, നീ പോയി കരയടാ എന്നൊക്കെ പറഞ്ഞിട്ട് പല പുച്ഛത്തോടായിരുന്നു പറയുന്നത്. കരയുന്നത് അത് വലിയ തെറ്റാണെന്ന രീതിയിൽ. ഇപ്പോൾ ആ പറഞ്ഞ ആൾ തന്നെയാണ് വിങ്ങി വിങ്ങി പൊട്ടി പൊട്ടി കരയുന്നത്. സിബിൻ കരയുമ്പോൾ എന്തുകൊണ്ട് പ്രേക്ഷക പിന്തുണ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്നും പ്രേക്ഷകരെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടാണെന്നും എന്തുകൊണ്ട് വീട്ടുകാർ പറയുന്നില്ല? ജാസ്മിനോ ഗബ്രിയോ കരയുവാണെങ്കിൽ മാത്രമാണ് പ്രേക്ഷകരെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ടുള്ള കരച്ചിൽ നാടകമാണെന്ന് പറയുന്നത്. സിബിൻ ബി ഹൗസിലേക്ക് കയറി വരുന്ന സമയത്ത് സിബിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. തെറി പറയുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ തെറിവാക്ക് ഉപയോഗിക്കില്ല, ഞാൻ മാക്സിമം പ്രേക്ഷകരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സിബിൻ കയറി വന്നത്. പക്ഷേ കയറി വന്ന് അന്ന് മുതലേ പ്രൊവോക്കിംഗ് ഗെയിമാണ് നമ്മുടെ സിബിൻ ചെയ്യുന്നത്. അത് സിബിന് ഇഷ്ടമാണ്, അത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടവും. പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് അല്ലേ? ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ മെൻ്റൽ പ്രഷർ സിബിനുണ്ടായത്. എല്ലാവർക്കും മെൻ്റൽ പ്രഷർ ഉണ്ടാകും, സ്വാഭാവികമാണ്. ഈ ഒരു ഗെയിം ചെല്ലുമ്പോൾ മെൻ്റൽ പ്രഷർ ഉണ്ടാകും. പക്ഷെ താൻ ഒരിക്കലും ആരെ തെറിവാക്ക് ഉപയോഗിക്കില്ല, താൻ ആരോടും മോശമായി പെരുമാറില്ല. ജാസ്മിനെ പോലെ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയോട് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല, ജാസ്മിനെ പോലെ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി ബി ഹൗസിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ വീമ്പളക്കിയ ഒരു സിബിൻ എന്തുകൊണ്ടാണ് ഇത്രയും മോശമായിട്ടുള്ള ഒരു ആക്ട് കാണിച്ചത്? സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ, അതായത് സിബിൻ മാത്രം ചെയ്യുമ്പോൾ അത് ന്യായീകരിച്ച് എനിക്ക് പെട്ടെന്നുണ്ടായ പ്രഷറിലുണ്ടായതാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകി കരഞ്ഞ് പ്രേക്ഷക പിന്തുണ നേടിയെടുക്കാൻ ശ്രമിക്കുകയും അത് ജാസ്മിനോ ഗബ്രിയോ റസ്മിനോ വേറെ ആരെങ്കിലും ആയെങ്കിൽ അത് ഗെയിമാണ്, ചെയ്യുന്ന മോശമാണ്, ക്വാളിറ്റി ഇല്ലായ്മയാണ്, വീട്ടിൽ പഠിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് പുച്ഛിച്ച് അവഗണിച്ച് പുറത്തിറങ്ങിയാൽ പോലും അവർക്ക് ജീവിക്കാൻ ഒരു അവസരം പോലും കൊടുക്കാതെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സിബിൻ്റെ ഗെയിം. എന്നിട്ട് പോലും ഇപ്പോൾ തനിക്ക് പറ്റിയൊരു അബദ്ധത്തെ ന്യായീകരിക്കുകയാണ് സിബിനോട് ചെയ്യുന്നത്. ഇനി സിബിൻ എത്രയൊക്കെ ന്യായീകരിച്ചാലും സിബിൻ ചെയ്ത് തെറ്റ് തന്നെയാണ്. ഇതിന് എത്ര ശിക്ഷ കൊടുത്താലും ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ന്യായീകരണം മാത്രമുള്ള നമ്മുടെ സിബിൻ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് ലൈവിൽ. നമുക്ക് നോക്കാം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. പരദൂഷണം അമ്മാവൻ പൊട്ടിക്കരഞ്ഞ് തകർന്നില്ലാതായോ അതോ വീണ്ടും ഗെയിമിലേക്ക് ഇറങ്ങുമോ എന്ന് കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.